വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. സകല തിരക്കുകൾ കാരണമാണ്. എങ്കിലും ഈ അൻസാരി സൂരി എന്ന് പറയുന്ന ഒരാളും ആലപ്പുഴക്കാരനെ കണ്ടാണ് ഭയങ്കര വാക്ചാതുര്യത്തിലൊക്കെ സംസാരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ധാരണ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും കയറി ഇടപെടുക, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലുള്ളവരെ ഒരുമാതിരി ആക്കി സംസാരിക്കുക. അത് മുഹമ്മദീയ പാരമ്പര്യമാണ്, അതുകൊണ്ടാണല്ലോ അങ്ങനെ ആക്കി സംസാരിക്കുന്നത്. അങ്ങനെ ആക്കി സംസാരിക്കുക എന്ന് വേണ്ട പല കലാപരിപാടികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ അൻസാരി സൂരി എന്ന് പറയുന്നത്. കാരണം പരിഹാസം എന്ന് പറയുന്നത് അവർക്ക് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പരിഹാസത്തിലൂടെ അവർക്ക് സംസാരിക്കാനും കഴിയത്തുള്ളെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ പരിഹാസത്തിലൂടെ സംസാരിച്ച് മുന്നേറാൻ മുസ്ലിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ആ പരിഹാസം നിറഞ്ഞ സംസാരവും അതുമൊക്കെ കേൾക്കുമ്പോഴത്തേനും എല്ലാവരുടെയും ധാരണ അദ്ദേഹം ഏതാണ്ട് വലിയ സംഭവമാണെന്നാണ്. ഞാൻ കുറച്ച് മറുപടിയൊക്കെ പുള്ളിക്ക് കൊടുത്തു. അവസാനം പുള്ളി അത് ഇട്ടിട്ട് ഓടി എന്നുള്ളതല്ലാതെ അതിനൊരു മറുപടി തരാൻ കഴിവില്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ തൊടാത്തത്. എങ്കിൽ എനിക്ക് കഴിവുള്ളതുകൊണ്ട് പുള്ളി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഒരു മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാകത്തില്ല. വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് മറുപടികൾ കൂടുതലായിട്ട് കാണാം. ഇത് കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു ചർച്ചയിൽ ഈ അൻസാരി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പാട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാം കലകൾക്കും കായിക ആരോഗ്യ സംരക്ഷണത്തിന് എതിരാണെന്നൊരു അഭിപ്രായം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ന്യൂസിന്റെ ഇത് നടത്തുന്ന ആളിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് പുള്ളി. ഈ എതിരാണോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിർത്തുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുള്ളത് എന്നോടുള്ളത് അവരോട് ചോദിക്കാനാണ്, കാരണം മുസ്ലിങ്ങളോട് ചോദിക്കണം. അൻസാരി മുസ്ലിം ആണോ എന്ന് എനിക്കറിയില്ല. അൻസാരി പാട്ടും കലകളും ഒക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാണ്, അതറിയത്തില്ലേ? അപ്പം ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ഇസ്ലാം കലകൾക്കും ആരോഗ്യ സംരക്ഷണ കായിക പദ്ധതികൾക്കും എതിരാണ് എന്നൊരു വാദം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ വല്ല ഉണ്ടോ? അങ്ങനെ എന്നോട് ചോദിക്കുന്നേ കേട്ടോ. അപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് എന്താണ്? കവിത ചൊല്ലാനോ കലാകായങ്ങൾക്കോ ഒന്നും ഇസ്ലാമിൽ അനുവദനീയമല്ല. അനുവദനീയമല്ല. ഒരു കവിത ചൊല്ലുന്ന ആള്, ഒരു കവിയെ പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ കിടന്നോണ്ട് മാപ്പിളപ്പാട്ടും കുന്നൊക്കെ പാടിക്കൊണ്ട് നടക്കുന്നത് അള്ളാഹുവിനും മുഹമ്മദിനും ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ നിങ്ങളത് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അത് ആരെ ബോധ്യപ്പെടുത്താനാണെന്നൊരു പിടുത്തമില്ല. ശരിയല്ല അൻസാരി? നിങ്ങളുടെ ധാരണ നിങ്ങളെ എന്തോ വലിയ സംഭവമാണ്. കുറച്ച് പുസ്തകങ്ങൾ ദൈവം അനുവദിച്ച ഉടനെ അടുത്തൊരു മറുപടി എടുത്ത് തരുന്നുണ്ട്. അതിപ്പോ ഇവിടെ ഈ ബഹുഭൂരിപക്ഷവും പറയുന്നത് കവിത ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ല, മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് ഹദീസുകളും ഉണ്ട്. സുഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 41 ഹദീസ് നമ്പർ 9. അബു സയ്യിദ് ഖുദ്രി നിവേദനം: ഞങ്ങൾ നബിയുടെ കൂടെ അർജു ഗ്രാമത്തിലൂടെ മദീനയിൽ നിന്ന് 78 മൈൽ ദൂരമുള്ള ഒരു ഗ്രാമമാണ് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ പാട്ട് പാടുന്ന ഒരു കവി പ്രത്യക്ഷനായി. നബി പറഞ്ഞു, നിങ്ങൾ ഈ പിശാചിനെ പിടിക്കുക, അല്ലെങ്കിൽ പിശാചിനെ പിടിച്ചു കെട്ടുക. ഒരാളുടെ അകം ചലം കൊണ്ട് നിറയുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിലും ഭേദം. മനസ്സിലായോ? അല്ല, എന്നെ കേട്ട മുസ്ലിങ്ങളെ, നിങ്ങൾക്കൊരു പാട്ട് പാടാൻ, മറ്റൊരാളുടെ പടം വരയ്ക്കാൻ, എന്തിനാ സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കാൻ പോലും നിയമമില്ലാതിരുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ. ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ തന്നെ നിൽക്കുന്ന ഒരു കാലഘട്ടം. ഹജ്ജിനും കാര്യങ്ങൾക്കൊക്കെ പോകാനുള്ള പ്രാപ്തി വന്നപ്പോഴത്തേന് എന്ത് ചെയ്തു? ഇതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ ആധുനിക നൂറ്റാണ്ടിന്റെ അടിസ്ഥാനത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഒരാളുടെ അകം ചലം കൊണ്ട് നിറയുന്നത് പോലെയാണ് എന്ത് കവിത കൊണ്ട് നിറയുന്നതെന്ന് പറയുന്നത്. അപ്പം മനുഷ്യന്റെ അകത്ത് ചലം നിറയുന്നതാണ് എന്ത് കവിത എന്ന് പറയുന്നത്. ഇനി ഒരു ഹദീസ് കൂടെ ഉണ്ട്. അബൂ ഹുറൈറ നിവേദനം: നബി പറഞ്ഞു, ഒരാളുടെ അകം ചലം കൊണ്ട് നിറഞ്ഞ് നശിക്കുന്നതാണ് അത് കവിത കൊണ്ട് നിറയുന്നതിനേക്കാൾ നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കവിത ചൊല്ലാൻ പോലും ഇസ്ലാമിന് അനുവാദമില്ല. പക്ഷെ ഇസ്ലാമി അൻസാരി അതുണ്ടെന്ന് വാദിക്കുന്നു. എന്നാലും മുഹമ്മദിനും കൂട്ടർക്കും ഇത് അറിയില്ലായിരുന്നു തോന്നുന്നു. കാരണം ഒരു പ്രത്യേക ഒരു സംഭവമാണ്. കാരണം ഇസ്ലാം എന്നത് മുഹമ്മദ് എന്ന മനുഷ്യനുണ്ടായ ഒരു വിഭ്രാന്തിയാണ്. ഇപ്പൊ ഇസ്ലാമിൽ കലകൾക്കും കായിക ആരോഗ്യ സംരക്ഷണത്തിന് എതിരല്ല, പക്ഷെ എതിരാണ്. ഇതാണ് ഇസ്ലാം. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാല് അതെപ്പോഴാണെന്നറിയാവോ കാര്യം മനസ്സിലാതെ? ഇസ്ലാം
ശക്തമായി കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും? നിരോധിക്കും. ഇസ്ലാം ശക്തമാകണം. ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഉടനെ ഇസ്ലാം ഇത് മുഴുവനും നിരോധിക്കും. ശരിയല്ല അൻസാരി? ഭൂരിപക്ഷമാകട്ടെ. ജസ്വാഹിന്ദ് ഹദീസുകളൊക്കെ അങ്ങോട്ട് പൊങ്ങി വരുന്ന കാണാം. അതാണല്ലോ മറ്റേ ഹാരിസ് മദനി പറഞ്ഞു, അത് പ്രവചനമാണ്, നടക്കാനുള്ളതാണെന്നല്ലേ പറഞ്ഞത്. അതിനുവേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ പോലുള്ള പണ്ഡിതന്മാരെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അൻസാരിയോടൊക്കെ ആ ഹദീസുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ത്യയെ ആക്രമിക്കാന്നുള്ളതിന്റെ അവസ്ഥയിൽ. അപ്പൊ ഇവിടെ ആ ഒരു മനോഭാവത്തോടുകൂടി ആയിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഇസ്ലാം ശക്തമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കലകൾക്ക് പ്രശ്നമാകും. കായിക ആരോഗ്യ സംരക്ഷണത്തിലല്ല, കാരണം നിങ്ങൾ അത് എല്ലാം നിരോധിക്കുക. കാരണം അവിടെ മുഹമ്മദിന്റെ നിയമം വരും. എപ്പം? ഇവർ ശക്തമായി കഴിഞ്ഞാൽ മുഹമ്മദിന്റെ നിയമം. അത് പിന്നെ നമ്മൾ ഈ ലോകരാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനും സിറിയയിലും അവിടെയൊക്കെ നോക്കിയാൽ മതി. പലതും എടുത്തിട്ട് എന്ത് ചെയ്യുക? തല്ലിപ്പൊട്ടിച്ച് കളയുകയാണ്. അപ്പം ഈ എടുത്ത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു ഇത് മുഹമ്മദ് നബിയുടെ നിയമമാണ്. അതിനി അവര് വിശ്വസിക്കുന്ന മുഹമ്മദും അൻസാരി വിശ്വസിക്കുന്ന മുഹമ്മദ്, അൻസാരിയും കൂട്ടരും വിശ്വസിക്കുന്ന മുഹമ്മദും രണ്ടാണോ? അപ്പം എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്. അൻസാരി പലതും പറയും, പക്ഷെ മുഹമ്മദ് പറയുന്നതും സ്വഹാബികൾ പറയുന്നതും അൻസാരി ഒന്നും മുഖവിലക്ക് എടുക്കുകയല്ല. കാരണം പരിഹാസം നിറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് അൻസാരിയാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ അൻസാരിയുടെ ഓരോ ഇതെടുത്ത് നോക്കിയാൽ മതി, പരിഹാസമാണ്. PC ജോർജ് ഏതാണ്ട് പറഞ്ഞപ്പോ ഓരോ ബുക്ക് എടുത്തിട്ട് ഞങ്ങൾ അതെടുത്തു, ഞങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോവാ. അപ്പോഴും ഉള്ളിലെ ആഗ്രഹം എന്തുവാ? പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് തന്നെയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വേറെ ഉണ്ട്. പിശാച് ഒരു കാരണവശാലും സംഗീതം ഉപയോഗിക്കാൻ പാടില്ല എന്ന് മുഹമ്മദ് പറയുന്നുണ്ട്. കാരണം പിശാചിന്റെ സംഗീതോപകരണമാണ് അത്. ഹദീസ് ഇങ്ങനെയാണ്: ആയിഷയിൽ നിന്ന് റസൂൽ എന്റെ അടുത്ത് വന്നു. അപ്പോൾ 2 പെൺകുട്ടികൾ ബുവാസ് യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പാട്ട് എന്റെ അടുത്ത് വെച്ച് പാടുകയായിരുന്നു. നബി വിരിപ്പിൽ കിടന്നു, മുഖം തിരിച്ചു. പിന്നെ അബൂബക്കർ വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തോ പിശാചിന്റെ സംഗീതോപകരണം എന്ന് ചോദിച്ച് അദ്ദേഹം എന്നെ ശകാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞ് റസൂൽ പറഞ്ഞു, അവരെ വിട്ടേക്കൂ. അബൂബക്കറിന്റെ ശ്രദ്ധ മാറിയപ്പോൾ ഞാൻ പെൺകുട്ടികളോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ഉടനെ അവർ പുറത്തേക്ക് പോയി. എങ്ങനെയുണ്ട്? പാട്ട് പാടിയപ്പോഴത്തെ ഉടനെ ശകാരം എത്തുകയാണ്. ശകാരിക്കാനുണ്ടായ കാരണം എന്തുവാ? പാട്ടുപാടി എന്നത് മാത്രമായിരുന്നു. സംഗീതം എന്നതൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇസ്ലാമി മുസ്ലിങ്ങളായിട്ടുള്ളവർ പറയുന്നത്. സംഗീതം എന്നത് മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോയി കഴിയുമ്പോഴത്തേന് എന്താണ്? അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. എങ്ങനെ? അള്ളാഹുവും മുഹമ്മദുമായിട്ടുള്ള ഒരു ബന്ധമില്ലാതെ, ഈമാൻ കാര്യത്തിൽ ഇസ്ലാം കാര്യത്തിൽ ഒരു ബന്ധവും ഇല്ലാതെ അവരെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവാണ്. ഇതാരാ പറയുന്നത്? സാക്കിർ നായിക് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന് അവകാശപ്പെടുന്നതാണ്. ഇസ്ലാമിൽ സുന്നി മുജാഹിദ് വിഷയമൊന്നും ഇല്ല കേട്ടോ. കാരണം മതം മാറ്റിക്കൊണ്ടു പോകുന്ന കാര്യത്തിൽ ഇവർക്കൊക്കെ ഒരു ഭയങ്കര ഒത്തൊരുമ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഭയങ്കരമായിട്ട് ഇവരങ്ങ് ചേരുക. അല്ലാത്ത സമയത്ത് ജമാഅത്ത് ഇസ്ലാമി പ്രശ്നം, സുന്നി പ്രശ്നം, മുജാഹിദ് പ്രശ്നം എന്ന് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പ്രശ്നമാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ഇവരെന്ത് ചെയ്യും? ഒരുമിക്കും. എന്റെ അടുത്തൊരു അമുസ്ലിം സഹോദരന്റെ ചോദ്യമുണ്ട്. എന്റെ പേര് പീറ്റർ എന്നാണ്. സാർ, എന്തുകൊണ്ടാണ് സംഗീതം നിഷിദ്ധമാണ് അഥവാ മോശമാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് സംഗീതം മോശമെന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. സംഗീതം നിഷിദ്ധമാണ് എന്ന് നേരിട്ട് പറയുന്ന വചനങ്ങളൊന്നും ഖുർആനിലില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ സംഗീതത്തെക്കുറിച്ചും സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുമുള്ള പരാമർശങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് ദഫ് മാത്രമായിരുന്നു. കാരണം സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള സംഗീതം പലപ്പോഴും സത്യത്തിൽ നിന്ന് അകറ്റുന്നു, മറ്റൊരു മാനസിക അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഖുർആൻ ഭൂരിഭാഗം ഗാനങ്ങൾക്കും കവിതകൾക്കും എതിരാണ്. കവിതകളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. ഷുഅറ എന്നാണ് അധ്യായത്തിന്റെ പേര്. ഗാനങ്ങളിലുള്ള വചനങ്ങൾ ശ്രദ്ധിച്ചാൽ മിക്കവയും സത്യത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഗാനത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ പുകഴ്ത്താൻ തുടങ്ങിയാൽ പുകഴ്ത്തലിന്റെ അളവ് കൂടുന്തോറും സത്യത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. ഹിന്ദി ഗാനങ്ങളിൽ നായകൻ ഞാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിനക്കായി കൊണ്ടുവരാമെന്ന് പറയാറുണ്ട്. അത് സത്യത്തിനെതിരാണ്. ഇംഗ്ലീഷിൽ പോപ്പ്, റോക്ക് പോലെയുള്ള സംഗീതങ്ങളിൽ പലപ്പോഴും അർത്ഥമുണ്ടാകാറില്ല. ചില ഗാനങ്ങൾക്ക് അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സംഗീതോപകരണങ്ങൾ കൂടുമ്പോൾ ആസ്വാദനത്തിന്റെ അളവ് കൂടും. ക്രമേണ പലർക്കും വസ്ത്രങ്ങൾ അഴിക്കാനുള്ള പ്രവണതയുണ്ടാകും. സംഗീതം നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നു.
അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഗീതത്തെ നിരുത്സാഹപ്പെടുത്തിയത്, ദഫ് ഒഴികെയുള്ള സംഗീതോപകരണങ്ങൾ നിഷിദ്ധമാക്കിയത്. മാത്രമല്ല, സംഗീതം അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിൽ നിന്നും അകറ്റുന്നു. സംഗീതം കേട്ട് കഴിയുമ്പോൾ വസ്ത്രം അഴിക്കുന്നു. എന്താല്ലേ, ഇസ്ലാമികൾ പാട്ട് കേട്ട് വസ്ത്രം അഴിക്കുന്ന സ്ഥലത്ത് മാത്രമേ നിങ്ങൾ പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ബെല്ലി ഡാൻസിനൊക്കെ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ. പാട്ട് കേട്ട ഉടനെ വസ്ത്രം അഴിക്കുന്ന അവരുടെ അടുത്ത് മാത്രമേ നിങ്ങൾ പോയിട്ടുള്ളൂ. യേശുദാസ് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പാട്ട് പാടിയിട്ടുണ്ടല്ലോ. എന്തേ, ആരും വസ്ത്രം അഴിച്ച? അല്ല, നിങ്ങളുടെ അറബി പാട്ട് കേട്ടിട്ട് തന്നെയല്ലേ ബെല്ലി ഡാൻസിന് കളിക്കുന്നത്. യേശുദാസിനെ പറ്റി മിണ്ടാൻ പാടില്ല കേട്ടോ. യേശുദാസിനെ പറ്റി വേണ്ടി കഴിഞ്ഞാൽ മുജാഹിദ് വാലിശ്ശേരിക്ക് ആകെ പ്രശ്നമാണ്. മുജാഹിദ് വാലിശ്ശേരി പറയുന്നത് എന്താ അറിയോ? സംഗീതം മനുഷ്യനെ നശിപ്പിച്ച ഒരു വൃത്തികെട്ട സാധനമാണെന്ന് പറയുന്നത്. എന്ത്? മനുഷ്യനെ ഈ ഭൂമിയിൽ നശിപ്പിച്ച ഏറ്റവും വൃത്തികെട്ട ഒരു സാധനമാണ് എന്ത്? സംഗീതം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല, മുജാഹിദ് വാലിശ്ശേരി പറയുന്നത് കേട്ടോ. പങ്കജുദാസിന്റെ ഗസൽ കേട്ടിട്ട് ആരെങ്കിലും അറിയോ ഇനി ഞാൻ അമ്മനെ തല്ലൂല? അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ വിലക്കി. ഒരു ഉപകാരമില്ലാത്ത സാധനം, മാനവ ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി, സംഗീതത്തെ പോലെ മനുഷ്യനെ നശിപ്പിച്ച വൃത്തികെട്ട കേട്ടാ. ഇതുപോലെ മനുഷ്യനെ നശിപ്പിച്ചത് സംഗീതമാണ്. അല്ല അൻസാരി, അനക്ക് ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റൂ? ഇതുപോലൊക്കെ ഒന്ന് പറയാൻ പറ്റൂ? അൻസാരിക്ക് ഇതൊക്കെ ഒന്ന് പറയാൻ പറ്റും? അൻസാരി, ഇത് ഇങ്ങനെ ഇതാണോ ഇസ്ലാം? അത് നിങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാമും സുന്നിയാണോ താങ്കളെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണ് തലയിലെ കെട്ടൊക്കെ അഴിച്ച് മാറ്റി വെച്ചിട്ടൊക്കെ വലിയ അംഗം വിട്ട്, കാരണം എന്റെ തലയിൽ ഇപ്പൊ കെട്ടും കുന്തമൊന്നും ഇല്ല വെക്കാൻ, ഊരി മാറ്റി വെച്ചിട്ട് സംസാരിക്കാൻ. എന്ന് വെച്ചാൽ അത് ഊരി മാറ്റി വെക്കുമ്പോഴത്തേനും ഒരു സ്വഭാവവും, ഊരാത്തപ്പോ മറ്റൊരു സ്വഭാവവും. അതാണല്ലോ നിങ്ങൾ കാണിച്ചത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ അൻസാരിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? കലാകായികത്തിനോടൊക്കെ എങ്ങനെ ഇസ്ലാമിൽ അനുകൂലമാണെന്നാണ് അൻസാരി പറയുന്നത്. മുജാഹിദ് ബാദിശ്ശേരിയെ മറ്റുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ടോ? ഇനി കലോത്സവത്തിലെ ഏറ്റവും നല്ല ഇനമാണെന്ന് മുസ്ലിങ്ങൾ പോലും വാദിക്കുന്ന ഒരു കാര്യമാണ് ഒപ്പന. ഒപ്പനയെ പറ്റി പറയുന്നത് എന്താണ്? ഒരു ഇസ്ലാമിക പണ്ഡിതൻ പറയുന്നു, അനുവദനീയമായ ഒരു വിനോദമാണ് കൈകൊട്ടുക എന്നുള്ളത്. പക്ഷേ ഈ കൈകൊട്ടൽ അനുവദനീയമായത് കൊണ്ട് മാത്രം ഒപ്പന അനുവദനീയമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്നത്തെ നമ്മുടെ ഒപ്പനകളിലെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും അതിൽ കടന്നു വരുന്നുണ്ട്. അതിൽ ഒന്നാമതാണ് കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ടുള്ള നൃത്തം. ഇസ്ലാമിൽ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ടുള്ള നൃത്തം നിഷിദ്ധമാക്കിയിട്ടുള്ളതാണ്, ഹറാമാക്കിയിട്ടുള്ളതാണ്. ഇന്നത്തെ ഒപ്പനകളിൽ അത് പ്രകടമായി ദർശിക്കാവുന്നതാണ്. രണ്ടാമതായി ഹറാമാകാനുള്ള കാരണം പറയുന്നത്, ഈ പറയുന്ന നിഷിദ്ധമായ നൃത്തം തന്നെ സഭ്യേതരമോ ശ്ലീലേതരമോ ആയ ഗാനങ്ങളോട് കൂടെയാവുക എന്നതാണ്. അതുകൊണ്ടും ഒപ്പന ഹറാമാണ്. മൂന്നാമതായി പറയുന്നത്, ഇസ്ലാമിലെ ഏതൊരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവർക്ക് അനുവദനീയമായ വിനോദങ്ങളാണെങ്കിൽ പോലും അത് അന്യ സ്ത്രീ കാണാനിടയാണെങ്കിൽ ആ പുരുഷന് അനുവദനീയമായ ആ കർമ്മം പോലും അത് ഹറാമായി വരും. അതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ അവസ്ഥ. സ്ത്രീകൾക്ക് അനുവദനീയമായ ഒരു കലയാണെങ്കിൽ പോലും അത് അന്യ പുരുഷൻ കാണാനിടയുണ്ട്, അന്യ പുരുഷൻ അത് കണ്ടാസ്വദിക്കാൻ ഇടയുണ്ട് എങ്കിൽ അത് ആ സ്ത്രീക്കും ഹറാമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ 3 തലങ്ങൾ ഈ ഒപ്പന നിഷിദ്ധമാകാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് ഹറാമാണ്, ഒപ്പന ഹറാമാണ്. ഏത് കാര്യത്തിൽ? അമുസ്ലിങ്ങളായിട്ടുള്ളവർ ഒപ്പന കണ്ടു കഴിഞ്ഞാൽ ഹറാമാണ്. കൊഞ്ചിക്കുഴയാൻ പാടില്ല. ഇത് പിന്നെ ഇതെന്തിനാണ് ഈ ഒപ്പന? അതങ്ങ് നിർത്തലാക്ക് നിങ്ങള്. പക്ഷെ ഈ കിടന്ന് പറയുന്നവരെല്ലാം ഒപ്പനയ്ക്ക് വേണ്ടി കലോത്സവ വേദികളിലേക്ക് എന്ത് ചെയ്യും? കുട്ടികളെ പറഞ്ഞു വിടും. കലോത്സവത്തിന് വരുന്നവർ മുഴുവനും മുസ്ലിങ്ങളാണോ? അമുസ്ലിങ്ങളായിട്ടുള്ളവർ വരത്തില്ലേ? അവിടെ ജഡ്ജായിട്ടിരിക്കുന്നവർ പോലും ചിലപ്പോൾ അമുസ്ലിങ്ങളായിരിക്കുമല്ലോ. ചിലപ്പോൾ ആയിരിക്കും, ചിലപ്പോൾ അല്ലായിരിക്കാം. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ഇത്? ആരെയാണ് നിങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നത്? ഒരു വിഭാഗം വന്നിട്ട് പറഞ്ഞ സംഗീതം മുഴുവൻ ഹറാമാണ്, പാട്ട് കേൾക്കാൻ പാടില്ല, അതാണല്ലോ സയ്യിദ് ഇബ്നു ജോർജും എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയും ഒരു കുഴപ്പവും ഇല്ല, അതാണിത്. ഏത് ഹദീസ് നിങ്ങൾ വിശ്വസിക്കുന്ന ഹദീസാണോ ഈ മുസ്ലിങ്ങൾ നിങ്ങൾ ഏത് മുസ്ലിമിന്റെ, ഏത് മുഹമ്മദിന്റെ വക്താവാണ്? ഏത് അള്ളാഹുവിന്റെ വക്താക്കളാണ്? ഇനി ഹുദവി എന്താണ് പറയുന്നത്? അതൊക്കെ ഭയങ്കര ഈ അൻസാരി സുഗരിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ഈ ഹുദവി എന്ന് പറയുന്നത്. ഈ ഹുദവി എന്താ പറയുന്നത്? പിന്നെ പാട്ടുകൾക്കാണ് ഖനാ എന്ന് പറയാ. ഖിനാ അല്ലെങ്കിൽ ഖനാ എന്ന് പറയുന്നത്
പാട്ടാണ്. അത് നബി തങ്ങൾക്ക് ഇഷ്ടമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് വെറുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ സംബന്ധിച്ചാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുള്ളത്, അൽ ഗിനാഉ റുഖ്യത്തുസ് സിന. നമ്മൾ ഇത് കൂടെ മനസ്സിലാക്കണം. ഗിനാ, പാട്ട് എന്ന് പറയുന്നത് റുഖ്യത്തുസ് സിന, വ്യഭിചാരത്തിന്റെ മന്ത്രമാണെന്നാണ്. വ്യഭിചാരത്തിന്റെ മന്ത്രമാണ് പാട്ട്. പാട്ടെന്നത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണ്. അപ്പോൾ പാട്ട് പാടുന്നവരാരാണ്? പാട്ട് എന്നത് വ്യഭിചാരത്തിന്റെ മന്ത്രമാണെങ്കിൽ ഈ പാട്ട് പാടുന്നവരാരാണ്? ഞാനൊരു ഹദീസ് വായിക്കാം, നിങ്ങൾ പറയണം. പാട്ട് വ്യഭിചാരത്തിന്റെ മന്ത്രമാണല്ലോ, അപ്പൊ പാട്ട് പാടുന്ന ആൾ ആരാണെന്നോട് ഒന്ന് നോക്കിക്കോണം. അനസിൽ നിന്ന് നബി മദീനയിൽ വന്നു. മദീനയുടെ ഉയർന്ന പ്രദേശത്ത് ബനു അരിംബി ഹൗസ് എന്നു പേരുള്ള ഗോത്രത്തിൽ ഇറങ്ങി 14 ദിവസം അവരുടെ കൂടെ താമസിച്ചു. പിന്നെ ബെന്നുജറാൻ ഗോത്രത്തിലേക്ക് അയച്ചു. ഖഡ്ഗധാരികളായാണ് അവർ നബിയെ കൊണ്ടുപോകാൻ വന്നത്. നബി വാഹനപ്പുറത്തും നബിയുടെ പിന്നിൽ അബൂബക്കറും ബെനുജറാൻ നേതാക്കൾ ചുറ്റിലുമായും സഞ്ചരിക്കുന്നത് ഞാനിപ്പോഴും കാണുന്നത് പോലെയുണ്ട്. അങ്ങനെ വാഹനം അബു അയ്യൂബിന്റെ മുറ്റത്തെത്തി. എവിടെ വെച്ചാണോ നിസ്കാര സമയമായത് അവിടെ നിസ്കരിക്കാനായിരുന്നു നബിക്കിഷ്ടം. ആടുകളെ കെട്ടുന്നിടത്ത് വെച്ച് പോലും നിസ്കരിക്കാറുണ്ട്. അക്കാലത്ത് നബി അവിടെ ഒരു പള്ളി നിർമ്മിക്കാൻ കൽപ്പിച്ചു. അതിനായി ബനൂജറാൻ ഗോത്രത്തിലുള്ളവരെ ആളയച്ചു വരുത്തി. നബി അവരോട് പറഞ്ഞു, ബനൂനജാറക്കാരെ, നിങ്ങളുടെ ഈ തോട്ടം എനിക്ക് വിലയ്ക്ക് തരൂ. അവർ പറഞ്ഞു, ഇല്ല, അള്ളാഹു സത്യം, ഇതിന്റെ വില ഞങ്ങൾ അള്ളാഹുവോടല്ലാതെ ചോദിക്കില്ല. അനസ് പറയുന്നു, ആ തോട്ടത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മുശ്രിക്കുകളുടെ ഖബറുകൾ, കെട്ടിടാവിഷ്ടങ്ങൾ, ഈന്തപ്പനകൾ എന്നിവയുണ്ടായിരുന്നു. അതിൽ നബി നിർദ്ദേശിച്ച പ്രകാരം മുശ്രിക്കുകളുടെ ഖബറുകൾ മാന്തിയെടുത്തു. തകർന്ന കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തി, ഈന്തപ്പനകൾ മുറിച്ചു മാറ്റി. പള്ളിയുടെ കിബിലയുടെ വശത്ത് ഈന്തപ്പന തടികൾ നിരത്തി നിർത്തി. വശങ്ങളിൽ കല്ല് പകുത്തു. പാട്ട് പാടിക്കൊണ്ടാണ് അവർ കല്ല് ചുമന്നത്. ജോലി ചെയ്ത് നബിയും പാടിയിരുന്നു. അല്ലാഹുവേ, നന്മ പരലോക നന്മയല്ലാതില്ല, മുജാഹിറുകൾക്കും അൻസാരികൾക്കും പുറത്തു കൊടുക്കുക എന്നായിരുന്നു പാട്ട്. അല്ല, ഈ പാട്ട് അങ്ങോട്ട് വ്യഭിചാരമാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് പാട്ട് പാടിയിട്ടുണ്ടല്ലോ. മുഹമ്മദ് പാട്ട് പാടിയിട്ടുണ്ടല്ലോ. ഇനി ഇന്ത്യയിലാണ് ഈ പ്രശ്നം എന്നുണ്ടെങ്കിൽ വിദേശത്ത് നടന്ന ഒരു വിഷയം കൂടെ ഇതേ നിങ്ങൾ കേട്ടോളൂ. There was a sheikh I met myself, and he's from Mecca. And he said there were, and this is years and years ago, this was in the 90s, that this brother was telling me. I met him in 2000. And he said, you know, in the haram, when the people would die around Mecca, he was one of the people that would take the bodies. He said we would take some people and they would be unconscious and they would be reciting Quran. Because they had spent their lifetime listening to Quran and thinking about Quran. He said, but I remember, and this is, like I said, it was the 90s. He said, I remember a young Saudi kid that was in a car accident that had smashed half his body. But he was still semi-conscious. He was unconscious, but he was still speaking. Like when they were addressing him, he couldn't hear or respond, but he was speaking. He said, when I got close, I heard him singing Michael Jackson songs. And he said he died on it. He died singing Michael Jackson. Imagine you get up on the day of judgment and you're talking about beat it. Imagine. So don't take it lightly. Music is haram. I mean, if you have that shortcoming, ask Allah for forgiveness and try. Listen to lectures. Our channel has no music, no nothing. കേട്ടോ, സംഗീതം ഇസ്ലാമിൽ ഹറാമാണ്. ഗായികമാരെ പോലും ഇസ്ലാമിൽ പാടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ അൻസാരി, ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് ഒരേ സമയം 2 വാക്കുകൾ പറയാനൊക്കെ നിങ്ങൾക്ക് ലജ്ജയാതില്ലേ? അല്ല, നിങ്ങൾ പിന്നെ സിനിമയുടെ പേര് പറയാതെ തന്നെ സിനിമ ഏതാണെന്ന് പറഞ്ഞ ആളാണല്ലോ. ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ വീഡിയോസിന്റെ അകത്ത് തന്നെ ഉള്ളതാണ്. അൻസാരി, ഇത്തരം തക്കിട പരിപാടിയൊക്കെ നിർത്തുക. നിങ്ങളുടെ പരിഹാസ വർത്താനമൊക്കെ നിർത്തുക. മനസ്സിലായോ? നിങ്ങൾക്ക് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കാനേ അറിയത്തുള്ളൂ. കാരണം പരിഹാസി എന്ന് പറയുന്നത് എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ആ പരിഹാസിയുടെ മകൻ എന്നുള്ള ഒരു പേര് കിടക്കുന്നത് കൊണ്ട് അതങ്ങനെ തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ സംസാരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ യേശു ഈസയും രണ്ടാണെന്നുള്ളതിനൊക്കെ ഞാൻ മറുപടി തന്നിട്ടും നിങ്ങൾ മിണ്ടാതെ പോയെന്താ? തെളിവുകൾ നിരത്തി സംസാരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അൻസാരി സൂര്യയോട് പറയാണ്, സൂരി,
ഈ ദൈവം അനുവദിച്ച അടുത്തൊരു വീഡിയോ അനക്ക് ഞാൻ തരാം കേട്ടോ. അപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യമുള്ളൂ, ഇസ്ലാം ഭൂരിപക്ഷമാകുന്ന സ്ഥലങ്ങളിൽ ഇവരെന്ത് ചെയ്യും? ഇസ്ലാമിനെ മറ്റൊരു തലമാക്കി മാറ്റും. ഇസ്ലാം ഭൂരിപക്ഷമല്ലാത്ത സ്ഥലത്തിൽ നമുക്ക് അനുകൂലമായി എല്ലാവരുടെയും കൂട്ടത്തിൽ ചേരുന്ന രീതിയിൽ ഇസ്ലാമിനെ ഉണ്ടാക്കും. എന്നാൽ ഇസ്ലാം ഭൂരിപക്ഷമായി കഴിയുമ്പോൾ എവിടെയും അപ്പോൾ തന്നെ സിറിയയുടെയും മറ്റുള്ള അവസ്ഥയിലേക്ക് എത്തും. അതാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.